ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്യൂസ്ഡേ Q&A സെഷൻ, അതായത് ലാസ്റ്റ് വീക്കിലെ കമന്റ് ബോക്സിലും ടീംസിലും ഒക്കെ നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീക്കിൽ Q&A ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡി മെലാനിൻ ക്രീം യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമോ എന്നുള്ള കാര്യം. ഡി മെലാനിൻ ബേസിക്കലി നമ്മൾ കോജിക് ആസിഡ്, അതുപോലെ തന്നെ ആൽഫ ആർബിറ്റിൻ, ഗ്ലൈക്കോളിക് ആസിഡും ഒക്കെ അടങ്ങിയ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്രീമാണ്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ക്രീമാണ്. ഈ ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിനകത്ത് ഉള്ള ഒരു സാധനം നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കുന്നതല്ല. കോജിക് ആസിഡോ അതല്ലെങ്കിൽ ആൽഫ ആർബിറ്റിനോ അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡോ ഒരിക്കലും നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കുന്ന സാധനങ്ങളല്ല. പക്ഷെ ഇത് മാത്രം യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് ഒരിക്കലും ഹൈഡ്രേഷൻ കിട്ടാനും പോകുന്നില്ല. എസ്പെഷ്യലി നിങ്ങളിത് ഡ്രൈ ഓയിലി സ്കിന്നാണെങ്കിൽ സ്കിന്നിൽ മോയ്സ്ചറൈസേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പെർട്ടിക്കുലർ ക്രീം എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അതായത് ഒരു പെർട്ടിക്കുലർ സ്കിൻ കൺസേണിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഇനഫ് ഹൈഡ്രേറ്റിംഗ് മെറ്റീരിയൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് യൂസ് ചെയ്യേണ്ടത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ പിഗ്മെന്റേഷൻ ഒക്കെ മാറിയാൽ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോയും ആ ഒരു എലാസ്റ്റിസിറ്റിയെ കീപ്പപ്പ് ചെയ്യണമെങ്കിൽ സ്കിന്നിൽ ഹൈഡ്രേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എങ്ങനെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ സ്കിൻ ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ, അതായത് കൂടുതലായിട്ടും നിങ്ങൾ പുറത്ത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴോ സ്കിന്നിന് ഓയിൽനെസ് ആണ് കൂടുതലായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ്. അല്ല, ചിലപ്പോൾ ഓയിൽനെസ് ആയിരിക്കും ഭൂരിഭാഗം ടൈമും കാണുന്നെങ്കിൽ നിങ്ങളുടെ ഓയിലി ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോൺ കോമഡോജനിക് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റഡ് മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നന്നായിട്ട് വരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഡീകൺസ്ട്രക്റ്റിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, വിത്തിൻ ബ്യൂട്ടിയുടെ ഡെയിലി ഡിയോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ വിറ്റാമിൻ സി ആൻഡ് സെറമൈഡ് മോയ്സ്ചറൈസർ, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ കോജിക് ആസിഡ് കേസർ മോയ്സ്ചറൈസർ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോർമുലാറെക്സിൻ ഹൈഡ്രാവെയിൽ അങ്ങനത്തെ മോയ്സ്ചറൈസർ. ഇനി വരുന്നൊരു സംശയം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഡോക്ടർ ഷെയ്ത്തിന്റെ സെറമൈഡ് മോയ്സ്ചറൈസറിൽ കോക്കോനട്ട് ആൽക്കലൈൻ ഉണ്ട്. ഇത് നമുക്ക് നോൺ കോമിഡോജനിക് ബ്രേക്കിൽ ഒരുപാട് ഉള്ള സാധനമാണ്. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇതിന്റെ അടിയിലും കൂടെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഞാൻ നമ്മൾ ചെയ്തൊരു ഷോർട്സിന്റെ അടിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ കമ്പൈൻ ചെയ്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ആൽക്കലൈൻ എലോൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കോമിഡോജനിക് റേറ്റിൽ കൂടുതലാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഇത് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ മോയ്സ്ചറൈസറിൽ ഇത് ഫോർമുലേറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇതിന് കോമിഡോജനിക് റേറ്റിംഗ് ഇല്ല. നമുക്ക് ഇത് യൂസ് ചെയ്ത് വന്നിട്ട് നമ്മുടെ പോസ് ക്ലോഗ് ചെയ്യാനായിട്ട് പോകത്തില്ല. ഇതൊരു സോൾവെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമൂലിയന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അധികം സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യാനുള്ള അത്രയും ചെറിയ മോളിക്യൂൾസിന്റെ ഫോർമുലേറ്റിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് ഇത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മൂക്കുരു വരാനായിട്ട് പോണില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പം ഓയിലി സ്കിൻകാരുടെ മോയ്സ്ചറൈസർ. ഇത് നിങ്ങളുടെ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ സ്കിന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് കുറച്ച് ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പൊ ഹെവി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഡോട്ടാൻകിയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ, റിക്വലിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ, നമ്മുടെ ഫോർമുലാറെക്സിന്റെ സെറമൈഡ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് മോയ്സ്ചറൈസർ രണ്ടെണ്ണം ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതെല്ലാം നോർമൽ ടു ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് ഇഷ്യൂസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ മിനിമലിസ്റ്റിന്റെ മെറില ഓയിൽ മോയ്സ്ചറൈസറും ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ഈ പർട്ടിക്കുലർ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം നിങ്ങളുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡി മെലാനിൻ ക്രീമിന് ഒരു പ്രത്യേകതയാണ്, ഇതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഒരു യൂസ് ചെയ്ത് ഒരുപാട് ആൾക്കാരും സൺസ്ക്രീൻ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. സോ സൺസ്ക്രീൻ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. സോ അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങളൊരു ഓയിലി സ്കിൻ ആണെങ്കിൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആയിരിക്കും എപ്പോഴും ബെനിഫിറ്റ്, അല്ലെങ്കിൽ മിൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആയിരിക്കും കുറച്ച് നന്നായിട്ട് ഉണ്ടാവുക. അതായത് നമ്മുടെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ് കെയറിന്റെ ഓയിൽ ഫ്ലൂയിഡ് സൺസ്ക്രീൻ നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഷെയ്ത്തിന്റെ സൺസ്ക്രീൻസ് നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ ജെൽ സൺസ്ക്രീൻസ് നല്ല ഓപ്ഷനാണ്. ഡ്രൈ നോർമൽ സ്കിൻ ആണെങ്കിൽ കോൺഷ്യസ് കെമിസ്ട്രിന്റെ ബ്ലൂബെറി സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഡീകൺസ്ട്രക്റ്റിന്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഡോക്ടർ ഷെയ്ത്തിന്റെ സെറമൈഡ് ആൻഡ് വിറ്റാമിൻ സി സൺസ്ക്രീൻസ് നല്ലൊരു ഓപ്ഷനാണ്. അക്വലോജിക്ക് എല്ലാ സൺസ്ക്രീൻസും
നമ്മുടെ ഈ നോർമൽ ടു ഡ്രൈ സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷൻ. അതുപോലെ അപ്പോലോജിക്കയുടെ ഡീറ്റാൻ മോയ്സ്ചറൈസ്ഡ് ഓയിലി സ്കിൻകാർക്ക് നല്ല ഓപ്ഷൻസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതനുസരിച്ചിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ടായിരിക്കും നമ്മുടെ ഈ ക്രീമിന്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ മോയ്സ്ചറൈസറും ഇതിലേതെങ്കിലും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഫേസ് കവർ ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് സൺസ്ക്രീനിന്റെ ആവശ്യമുണ്ടോ വീട്ടിനകത്ത് ഇരിക്കുമ്പോഴെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഹിജാബ് ഒക്കെ ഇടുന്ന ആൾക്കാരായിരിക്കും, ഈ പർദ്ദ കവർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ പുറത്തോട്ട് പോകുമ്പോൾ ബേസിക്കലി നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീനിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ വീട്ടിലിരിക്കുകയാണ്, ഇപ്പൊ നമ്മളിപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോഴും ഇപ്പൊ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറങ്ങും. ഇതിന്റെ അടുത്തൊക്കെ അല്ലേ ഇരിക്കുന്നത്, സൺലൈറ്റിന്റെ അടുത്തൊക്കെ അല്ലേ ഇരിക്കുന്നത്, മീൻസ് വിൻഡോസിന്റെ അടുത്താണ് ഇരിക്കുന്നത്. നമ്മൾ അടുക്കളയിലൊക്കെ പണിയെടുക്കും, പുറത്തോട്ടൊക്കെ പോകും. അപ്പൊ എക്സ്പോഷർ ടൈം കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സോ അതുകൊണ്ട് ഒരുപാട് SPF 50 എന്നുള്ള സൺസ്ക്രീൻ ഇടണമെന്ന് ഞാൻ പറയത്തില്ല. SPF 30 ഉള്ള സൺസ്ക്രീൻ മോർണിംഗിൽ സ്കിൻ കെയർ റൊട്ടീനിൽ ഒരു 9 മണിക്ക് ശേഷമൊക്കെ ഇടുന്നത് അത്യാവശ്യം നന്നായിരിക്കും. കാരണം ഈ സമയം നമ്മൾ ഇത് ഞാൻ നമ്മൾ മൊബൈൽ എടുക്കുക, ഇപ്പൊ എല്ലാവരുടെയും സ്മാർട്ട് ഫോണിൽ. അപ്പൊ നമ്മുടെ UV ഇൻഡെക്സ് ഒന്ന് നോക്കാം. 3ക്ക് താഴോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടേണ്ട, 3ക്ക് മുകളിലോട്ടാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചേക്കുന്ന സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബെനിഫിഷ്യൽ ആണ്. കാരണം പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞിടുമ്പോൾ നമുക്ക് ആ ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ വീട്ടിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ നമ്മുടെ UV ഇൻഡെക്സ്, ഈ ചൂട് നല്ല ചൂടാണ്, അപ്പോഴത്തേക്ക് UV ഇൻഡെക്സ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ വീട്ടിൽ ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്, ആവശ്യമാണ്. പക്ഷെ ഫുൾ വീട് കവർ ചെയ്തിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. വലിയ ഗ്ലാസോ വിൻഡോസോ ഒന്നുമില്ല, നമ്മൾ വീട് ഫുള്ള് എന്താ പറയുന്നത് കർട്ടൻ ഒക്കെ ഇട്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നില്ല. ഇൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ സൺസ്ക്രീൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മളെല്ലാം കൂടുതലും ജനലും വാതിലും ഒക്കെ തുറന്നിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സൺലൈറ്റ് വീട്ടിലോട്ട് കയറണം നമ്മൾ എപ്പോഴും പറയുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് അങ്ങനെയൊക്കെയുള്ള വീട്, പ്രത്യേകിച്ച് ഞാനൊക്കെ എന്റെയൊക്കെ അവിടെയാണ് നല്ല വെട്ടത്തിൽ നിൽക്കേണ്ട ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പൊ ഞാനൊക്കെ റീഅപ്ലൈ ചെയ്യേണ്ട അവസ്ഥയിൽ വെളിച്ചം അകത്തേറ്റുന്ന ആളാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ SPF 30 ഉള്ളിലുള്ള സൺസ്ക്രീൻസ് മതി. എപ്പോഴും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാൻ. അക്കാര്യം കൂടെ എപ്പോഴും മനസ്സിലാക്കുക. പിന്നെ ചില ആൾക്കാർക്ക് സൺസ്ക്രീൻ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ നോർമൽ വാട്ടർ കഴുകി കളഞ്ഞെന്നും പറഞ്ഞിട്ട് നമ്മുടെ സൺസ്ക്രീൻ പോകത്തില്ല, വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിസിലർ വാട്ടറോ അതല്ല ഓയിൽ ക്ലെൻസിങ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓയിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ആ സൺസ്ക്രീൻ ഒന്ന് കഴുകുക. അതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഈ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് എന്നല്ല, നോർമൽ ജെൽ ടൈപ്പ് ആയിട്ടുള്ള ക്ലെൻസ് അല്ലെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഒരു പ്രാവശ്യം അത് കഴുകുക. എന്നിട്ട് കുറച്ച് ആദ്യം എടുത്തതിന്റെ ഹാഫ് എമൗണ്ട് എടുത്തിട്ട് അത് ഒന്നും കൂടി ഫേസ് വാഷ് ചെയ്താൽ നന്നായിട്ട് നമുക്കത് ക്ലെൻസ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഡബിൾ ക്ലെൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും മറക്കരുത് അതിന് ശേഷം രാത്രി. പിന്നെ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ ഓരോ പ്രാവശ്യം റീഅപ്ലൈ സൺസ്ക്രീൻ ചെയ്യുമ്പോൾ ഫേസ് വാഷ് ചെയ്യണമെന്ന് വെച്ചാൽ വേണ്ട, മോർണിംഗിലും നൈറ്റിലും മാത്രം നിങ്ങൾ ഫേസ് വാഷ് ചെയ്താൽ മതി. ആ ഡൗട്ട് മാറിയെന്നേ വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. വിറ്റാമിൻ സി, നയാസിനമൈഡ്, ഗ്ലൂട്ടാത്തയോൺ അതുപോലെ തന്നെ ആൽഫ ആർബിറ്റിൻ എന്നീ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ കോജിക് ആസിഡും യൂസ് ചെയ്യാമോ എന്നുള്ളത്. ഇത് ആക്ച്വലി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഞാൻ പറയാം. അടുത്തത് ഗ്ലൂട്ടാത്തയോൺ, ആൽഫ ആർബിറ്റിൻ, കോജിക് ആസിഡ്, ഇത് മൂന്നും നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. വിറ്റാമിൻ സിയും നയാസിനും ഒരു പരിധി വരെ നമ്മൾ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് യൂസ് ചെയ്യും, വലുതായിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം ഇത് രണ്ടും നല്ലൊരു ആന്റി ഓക്സിഡൻസും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ഉള്ള കാര്യം. നിങ്ങൾക്ക് നല്ല ഹൈ ആയിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ കോജിക് ആസിഡ് മാത്രം യൂസ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം മിക്സപ്പ് ചെയ്യാം. എന്നുവെച്ചാൽ കോജിക് ആസിഡോ അല്ലെങ്കിൽ ആൽഫ ആർബിറ്റിനോ കൂടെ യൂസ് ചെയ്യും. പിന്നെ എല്ലാം കൂടെ ഉള്ള ഒറ്റ പ്രൊഡക്റ്റ് ആണെങ്കിൽ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷെ ഇത്രയും പ്രൊഡക്റ്റ് ഇത്രയും ഇൻഗ്രീഡിയൻസ് പല പല പ്രൊഡക്റ്റിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആവശ്യം നമ്മുടെ സ്കിന്നില്ല. നമ്മൾ നേരത്തെ തന്നെ ഇപ്പൊ ലാസ്റ്റും അതിന് മുന്നേ ഒക്കെ പറഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്കിൻ കെയർ ഒരിക്കലും ഓവർഡു ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ബേസിക് ആയിട്ടും മിനിമൽ ആയിട്ടും സ്കിൻ കെയർ വെക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇപ്പൊ മിനിമൽ എസ്തെറ്റിക്കിന്റെ കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സ്കിൻ കെയർ മിനിമൽ ആക്കി വെക്കുന്നതാണ് നല്ലത്. ഇത്രയും ഇൻഗ്രീഡിയൻസും കാരണം ഇത്രയും ആക്റ്റീവ്സ് ഒക്കെ ഒരുമിച്ച് ഫേസിൽ യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ പ്രൊഡക്റ്റിലാണെങ്കിൽ ഫൈൻ. കാരണം ഈ ഒറ്റ പ്രൊഡക്റ്റിൽ ഇത്രയും സാധനം വരുമ്പോൾ കോൺസെൻട്രേഷൻസ് തന്നെ കുറയും. അപ്പൊ ഇതിന്റെ ഒന്നും ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിലോട്ട് കിട്ടാനും പോകുന്നില്ല. അതൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനേക്കാളും നല്ലത് ഏറ്റവും നല്ല നിങ്ങളുടെ ഏറ്റവും പിഗ്മെന്റേഷൻ ഇന്റൻസിറ്റി അനുസരിച്ച് ഇപ്പം നല്ല ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരു 2% കോജിക് ആസിഡ് യൂസ് ചെയ്യുക. അതല്ല ഒരു ടാനിങ് ഒക്കെ ഇല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്യും. അതല്ല കുറച്ച് പിമ്പിൾ മാർക്സ് ഒക്കെ ഇല്ലെങ്കിൽ ആൽഫ ആർബിറ്റിനോ അസലിക് ആസിഡോ ടാനിക്സാമിക് ആസിഡോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. എല്ലാം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും
ഏതിനെങ്ങനെ വർക്ക് ചെയ്യണം എന്നൊന്നും ഒരു വല്ലാത്ത ടൈപ്പിൽ അത് വർക്ക് ചെയ്യും, കോൺസെൻട്രേഷൻ വ്യത്യാസം വരും, സ്കിൻ അത് എങ്ങനെ എടുക്കണം എന്നില്ല. അപ്പൊ എല്ലാം കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കിൻ പ്രോബ്ലം അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ബാക്കി ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വിറ്റാമിൻ സി, നയാസിനമൈഡ്, ഗ്ലൂട്ടാത്തയോഡ്, ആൽഫാർബിറ്റും കോജിക് ആസിഡും ഒരുമിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ടീനേജിന്റെ ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ പിമ്പിൾസ് നമ്മുടെ ഫേസിൽ, അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നമ്മുടെ ഫേസിൽ വരെ. ഇതിന് കാരണം നമ്മുടെ ബോഡിക്കും സ്കിന്നിനും ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ആവും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ അന്തരീക്ഷം, കാലാവസ്ഥ എല്ലാം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മൂപ്പര് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ടീനേജിന്റെ ടൈമിൽ യൂസ് ചെയ്യും. അപ്പൊ 12 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പിമ്പിൾസ് വരണമെങ്കിൽ ഏറ്റവും നല്ല സ്കിൻ കെയർ റൊട്ടീൻ ഏതാണ്? എന്റെ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ ടീനേജ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് വേണം ടീനേജേഴ്സ്, പ്രത്യേകിച്ച് മാക്നെ ഒക്കെ ഉണ്ടെങ്കിൽ സ്കിൻ കെയർ റൊട്ടീൻ സെറ്റപ്പ് ചെയ്യാൻ. അതല്ല നിങ്ങൾക്ക് ഒരു ബേസിക് സ്കിൻ കെയർ ആണ് വേണ്ടെങ്കിൽ, നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ്, നിങ്ങൾക്ക് എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സോ ഫേസ് വാഷസ് യൂസ് ചെയ്യാം. അതുകൂടാതെ മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീനും എടുക്കുമ്പോഴത്തേക്ക് ഓയിലി സ്കിൻകാർക്കുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താലും മതി. അതല്ല നിങ്ങളത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ജെല്ലായിട്ടുള്ള ക്ലെൻസേഴ്സ് പറയുക. അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീനും ഡ്രൈ സ്കിൻകാർക്ക് പറ്റും, അതെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ 12 ഇയർ ആയി എന്നിട്ട് നിങ്ങൾക്ക് മുഖത്ത് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ വിട്ടേക്കുന്നത് നല്ലതല്ല. ബേസിക് ഞാൻ എപ്പോഴും പറയത്തില്ല, നമ്മൾ ഈ പറയുന്ന സ്കിൻ കെയർ കൗണ്ടർ ടോപ്പ്, അതായത് ജനറൽ ആയിട്ട് ചെയ്യാവുന്ന സ്കിൻ കെയർ ആണ്. ഒരു വളരെ വലിയ സ്കിൻ കൺസേൺസ് ഒന്നും നമുക്ക് ഈ ഒരു സ്കിൻ കെയറിലൂടെ മാറ്റാനായിട്ട് പറ്റത്തില്ല. എന്ന് വെച്ചാൽ മെലാസ്മ പോലുള്ള മെലാസ്മയുടെ തന്നെ വളരെ ഹൈ കേസസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ കുറയ്ക്കാനായിട്ട് ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോകണം. അതാണ് നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് ബേസിക് സ്കിൻ കെയർ, നമ്മൾ ഈ പറയുന്ന സ്കിൻ കെയർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. സ്കിൻ കൺസേൺസ് വളരെ വലുതാണെങ്കിൽ അതിലെപ്പോഴും നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് അടുത്ത് പോയി കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ബെസ്റ്റ്. നമ്മുടെ മുഖത്ത് വളർന്ന വളരെ വലിയ സിസ്റ്റിക് ആയിട്ട് പിമ്പിൾസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിനൊക്കെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ് ഒരുപാടുണ്ട്. ട്രെറ്റിനോയിൻ, അതല്ലെങ്കിൽ അക്യൂറ്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഡോക്ടറിന്റെ അണ്ടറിൽ മാത്രം, അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസിൽ മാത്രം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഡോക്ടറിനെ പോയി തന്നെ കാണണം. അപ്പം ടീനേജേഴ്സിന് ഫസ്റ്റ് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് പേരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക, കാര്യം തിരക്കുക, മരുന്ന് വാങ്ങിക്കുക, എന്നിട്ട് നിങ്ങളുടെ ബേസിക് സ്കിൻ കെയർ കൂടെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂസ് അവിടെ തീരും. പിന്നെ നിങ്ങൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മേക്കപ്പ് സ്പഞ്ചൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും അനാവശ്യമായിട്ട് എടുത്ത് യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. സോ ഇതായിരുന്നു ബേസിക്കലി ഈ ആഴ്ചത്തെ കുറെ ക്വസ്റ്റ്യൻസ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൺവേഴ്സിൽ ചോദിച്ചാൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേക്ക് Q&A സെക്ഷനിൽ തീർക്കാം, അതല്ലെങ്കിൽ ലോങ് വീഡിയോ സെക്ഷനിൽ തീർക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേയും ട്യൂസ്ഡേയും സൺഡേസിലാണ് ഞാൻ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.